ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജയിലും ചിട്ടയിലുമൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച്. അത് ഏത് കാര്യം എടുത്താലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാര്യം ഗുരുവായൂർ മേൽശാന്തിയുടെ പറയാം. ഗുരുവായൂർ മേൽശാന്തി എന്ന് പറയുമ്പോൾ അത്രയേറെ തപശക്തി ലഭിച്ചിട്ടുള്ള ഒരാളായിരിക്കും. കാരണം അദ്ദേഹം രാവിലെ 2 മണിക്ക് കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഉച്ചപൂജ കഴിഞ്ഞ് തിരിച്ച് മേൽശാന്തി മുറിയിലേക്ക് പോകുന്നത് വരെയും അദ്ദേഹം ഉപവാസമായിരിക്കും. യാതൊന്നും കഴിക്കാറില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ. പണ്ട് മുതലേ ഇതൊരു ചിട്ടയായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ മേൽശാന്തി ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളും പിന്നെ ഉപവാസമൊക്കെ എടുക്കാനാണോ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഭഗവത് പുണ്യം, ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ അനുഗ്രഹം അത് തന്നെയാണ് ഇവിടെ കാണുന്നത്.